ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്നലെ നമ്മൾ കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ സഭകൾ ഒരുക്കിയ പ്രധാനപ്പെട്ട ക്രിസ്മസ് ആഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. അദ്ദേഹം യേശുദേവൻ്റെ അല്ലെങ്കിൽ ആ തിരുസ്വരൂപത്തിന് മുമ്പിൽ തൊഴുകയോടെ നിൽക്കുന്നു, മെഴുകുതിരി കത്തിക്കുന്നു, കരോൾ ആസ്വദിക്കുന്നു. എല്ലാ ബിഷപ്പുമാർക്കും ഒപ്പം അദ്ദേഹം ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. അവർക്ക് രാജ്യത്ത് നിങ്ങൾ സുരക്ഷിതരാണ്, യേശുദേവൻ്റെ സന്ദേശം നമുക്ക് ശക്തിപ്പെടുത്തണം എന്നുള്ള വലിയൊരു സന്ദേശം അദ്ദേഹം കൈമാറിയ ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നത്. ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം അതിനെ സ്വാഗതം ചെയ്യുകയും ഉണ്ടായി. എന്നിട്ടും ഹാപ്പി ക്രിസ്മസ്, രാജ്യത്ത് അൺഹാപ്പി ക്രിസ്മസ് ആണ് എന്ന് പ്രചരിപ്പിക്കാൻ മനഃപൂർവ്വം ചിലർ ശ്രമിക്കുകയല്ലേ ഡോക്ടർ മോഹൻ വർഗീസ്? ക്രിസ്തുമസ് തീർച്ചയായും സന്തോഷത്തിൻ്റെ സമയമാണ്, അതിനേക്കാൾ സമാധാനത്തിൻ്റെ ഉത്സവമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നതാണ് ക്രിസ്തുമസിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. അവിടെ അസമാധാനത്തിൻ്റെ ഘടനകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തികച്ചും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തീർച്ചയായും ക്ഷണിക്കപ്പെട്ടു. കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ചുമതലക്കാർ ഡൽഹിയിൽ അവരൊരുക്കിയ ഒരു ക്രിസ്മസ് വിരുന്നിന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. അതിൽ ഔപചാരികമായ ഒരു ക്ഷണം എന്നതിൽ കവിഞ്ഞ് പ്രത്യേകമായ യാതൊരു കാര്യസാധ്യവും അതിനകത്ത് ആരോപിക്കാനാവില്ല. കാരണം ക്രിസ്തുമസ് ഒരു സെലിബ്രേഷൻ്റെ സമയമാണ്. അതിലേക്ക് രാഷ്ട്രീയം കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല. ഉത്സവത്തിൻ്റെ, അത് ഈദാകട്ടെ, ക്രിസ്മസ് ആകട്ടെ, മറ്റെന്തെങ്കിലും ഉത്സവങ്ങളാകട്ടെ, അതിലൊക്കെ രാഷ്ട്രീയ നേതാക്കൾ വരുന്നതും പ്രധാനമന്ത്രി തന്നെ വരുന്നതും ഭരണകർത്താക്കൾ വരുന്നതുമൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ വന്ന വിഷയമെന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനം തികച്ചും ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത്. വന്നതും സംസാരിച്ചതുമെല്ലാം 5 മിനിറ്റ് സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 15 മിനിറ്റോളം സംസാരിച്ചു. കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട 300ഓളം ക്ഷണിക്കപ്പെട്ട അതിഥികളും ബിഷപ്പുമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് നല്ല ഊഷ്മളമായി നടന്ന ഒരു ഒരു സമ്മേളനം തന്നെയാണ്. പക്ഷേ ആ സമ്മേളനം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ആ സമ്മേളനത്തിൽ തന്നെ അതിൻ്റെ പ്രധാന കാർമ്മികൻ എന്ന് പറയുന്നത് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്താണ്. മാർ ആൻഡ്രൂസ് താഴത്ത്, കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ CBCIയുടെ അധ്യക്ഷനും അതുപോലെ തൃശ്ശൂർ രൂപതയുടെ അധ്യക്ഷനുമൊക്കെയായ മാർ ആൻഡ്രൂസ് താഴത്ത് തൻ്റെ സംസാരത്തിൽ, തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ക്രൈസ്തവ സമുദായം അഭിമുഖീകരിക്കുന്ന ചില ആശങ്കകൾ അത് പ്രധാനമന്ത്രിയെ ഭംഗ്യാന്തരേണ അറിയിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. അത് ഒരുപക്ഷെ ആ ക്രിസ്മസ് ആഘോഷവേളയിൽ വലിയ ഒരു തോതിൽ അങ്ങനെ പരിഭവങ്ങൾ പറയാനുള്ള വേദിയല്ല, എന്നിട്ട് പോലും അങ്ങനെ പറഞ്ഞു. അതൊക്കെ ഒരു തീർച്ചയായും ഒരു സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ നടന്ന കാര്യമാണ്. പക്ഷേ അതിനുള്ള പ്രതികരണങ്ങൾ ഇവിടെ തൃശ്ശൂർ രൂപതയിൽ നിന്ന് തന്നെ ഉണ്ടായി. അത് കത്തോലിക്ക സഭയുടെ അല്ല, മറിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ രൂപതയുടെ അല്ലെ തൃശ്ശൂർ ഭദ്രാസനത്തിൻ്റെ അധിപൻ മിലിത്തിയോസ്, യുഹനോൻ മാർ മിലിത്തിയോസ് തിരുമേനിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില പ്രസ്താവന എന്ന് പറയാനാവില്ല, ഫേസ്ബുക്ക് കുറിപ്പാണ്. പ്രധാനമന്ത്രി അവിടെ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അവിടെ പുൽത്തൊട്ടിലിൽ ഉള്ള ആ ഒരു പുൽത്തൊട്ടലിൻ്റെ ആഘോഷം അല്ലെങ്കിൽ ആ ക്രിബിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇവിടെ ഈ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് വിരുന്ന്, ക്രിസ്മസ് ആഘോഷങ്ങൾ, ക്രിസ്മസ് കരോൾ മുതലായവ ആക്രമിക്കപ്പെടുന്നു എന്ന ഒരു കാര്യം, അതിനെ എന്താണ് അവിടെ ഒരു നയവും ഇവിടെ മറ്റൊന്നും എന്ന രീതിയിൽ മലയാളത്തിൽ പ്രത്യേകിച്ച് അതിനൊരു പദപ്രയോഗമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥോക്തിയിൽ നിർത്തുകയാണ് ബിഷപ്പ്. അപ്പം ഇവിടെ പ്രതിഷേധം തീർച്ചയായും എന്ത് ചെയ്താലും, എന്ത് നന്മ ചെയ്താലും 2 അഭിപ്രായങ്ങളുണ്ടാകുമല്ലോ. യേശു ക്രിസ്തു വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത്: സീസറിനുള്ളത് സീസറിനും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. രാഷ്ട്രവും, ക്രിസ്തു പറയുന്ന രാഷ്ട്രവും, അതായത് ദൈവരാജ്യവും യഥാർത്ഥ പൊളിറ്റിക്കൽ ഓർഡറും രണ്ടും ഒന്നല്ല. ഇത് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഭരണകർത്താവ് എന്ന നിലയിൽ ഇന്ത്യയുടെ ഭരണാധികാരിയെ പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അത് ഹിന്ദുക്കളുടെ മാത്രമല്ല, ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും നിരീശ്വരവാദികളുടെയും എല്ലാം പ്രധാനമന്ത്രിയാണ്. ഒരു മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ, ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ഒക്കെ വരുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അവിടെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക പ്രതിനിധി KB തോമസ് സാറിനെ, പ്രൊഫസർ KB തോമസിനെ ആ സദസ്സിൽ, ആ വേദിയിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അതുപോലെ BJPയുടെ കേരളത്തിലെ നേതാക്കൾ, നമ്മുടെ കേന്ദ്രമന്ത്രി കുര്യൻ സാർ ഉൾപ്പെടെ
ഉള്ള ആളുകൾ അവിടെ പോയി ഇവിടുന്നുള്ള ഒരുപക്ഷെ ക്രിസ്ത്യൻ മുഖങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ ഒഴികെയുള്ള മറ്റ് ആളുകൾ ഇവിടെ അനൂപ് ആൻ്റണി പോയി, AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തി. അതുപോലെ BJPയുടെ അൽഫോൻസ് കണ്ണന്താനം ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. ഒരു ഭരിക്കുന്ന കക്ഷിയുടെ പ്രധാനമന്ത്രി വരുന്നു, ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ കേരളത്തിലെ നേതാക്കൾ, സ്വാഭാവികമായി ക്രിസ്ത്യൻ നേതാക്കൾ പ്രത്യേകിച്ചും ക്ഷണിക്കപ്പെട്ടു എന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഒരുപക്ഷെ പ്രതിപക്ഷത്തു നിന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളെ കൂടെ വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നു, അല്ലെങ്കിൽ മറ്റ് കക്ഷികളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെയും ഉൾപ്പെടുത്താമായിരുന്നു. അതൊക്കെ അതത് സഭകൾ തീരുമാനിക്കേണ്ട കാര്യമല്ലേ. കത്തോലിക്ക സഭ, കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യക്ക് അറിയാമല്ലോ ആരെ ക്ഷണിക്കണം, എന്താണ് ഔചിത്യം. മറ്റൊരു അവസരത്തിൽ തീർച്ചയായിട്ടും ക്ഷണിക്കും. ഈ ക്ഷണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സീരീസ് ഓഫ് ഈവൻസിൻ്റെ ഒരു തുടർച്ചയാണ്. അതായത് പ്രധാനമന്ത്രി ഈസ്റ്റർ സമയത്ത്, കഴിഞ്ഞ വർഷത്തെ ഈസ്റ്റർ സമയത്ത് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരിൽ കുറച്ചു പേരെ ഡൽഹിയിൽ തൻ്റെ ആസ്ഥാനത്തേക്ക് ക്ഷണിക്കുകയും നല്ലൊരു ഈസ്റ്റർ സദ്യ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്ത ഒരു നല്ല ഊഷ്മളമായ ഒരു അന്തരീക്ഷം. അതിനു മുൻപ് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശന വേളയിൽ ബിഷപ്പുമാരെ കാണണമെന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. മാർത്തോമ, യാക്കോബ, ഓർത്തഡോക്സ്, കത്തോലിക്ക ബിഷപ്പുമാരെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ക്ഷണം ലഭിച്ച മിക്ക ബിഷപ്പുമാരും അതിൽ പങ്കെടുക്കുകയും ചെയ്തു. അവിടെയും വളരെ ഊഷ്മളമായിട്ട് തന്നെയാണ് പെരുമാറിയത്. ഇവിടെ വിഷയമെന്ന് പറയുന്നത് മണിപ്പൂരിലും മറ്റു ചില ഇടങ്ങളിലും സംഭവിക്കുന്ന ക്രിസ്ത്യാനികൾ നേരിടുന്ന ചില ബുദ്ധിമുട്ടുകൾ, അതെന്തുകൊണ്ട് സഭ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്നതാണ് ചോദ്യം. ഇതെല്ലാം പെടുത്താനുള്ള ഒരു സാഹചര്യമുണ്ട്, സമയമുണ്ട്, എന്തിനൊരു വേദിയുണ്ട്. അത് ക്രിസ്തുമസ് അല്ലെങ്കിൽ ന്യൂ ഇയർ അല്ലെങ്കിൽ ഈസ്റ്റർ ആഘോഷവേളയല്ല. അതിനായി പ്രത്യേകമായി നിവേദനങ്ങൾ കൊടുക്കാം, പ്രത്യേകമായി പ്രക്ഷോഭങ്ങൾ നടത്താം, പ്രത്യേകമായി ഏത് രൂപത്തിൽ വേണമെങ്കിലും അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാം, പാർലമെൻറ്റിൽ ഉന്നയിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അതൊക്കെയുള്ള ജനാധിപത്യ ഭാരതത്തിൽ അതിനെല്ലാമുള്ള വേദികൾ ഉണ്ടായിരിക്കെ സഭകളുമായും സമുദായങ്ങളുമായും ന്യൂനപക്ഷ വിഭാഗങ്ങളുമായും ഒരു പാലം തീർക്കുന്ന ഭരണകർത്താക്കളുടെ നിലപാട്, അതിനെ സംശയത്തോടുകൂടി കാണുന്ന ന്യൂനപക്ഷങ്ങളുടെ ഒരു ചെറിയ ഭാഗം, അത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതൊരു യാതൊരു വിവാദവും, ക്രിസ്തുമസ് എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ഉത്സവമാണെന്ന് പറഞ്ഞല്ലോ, അവിടെ ഒരു വിവാദം മനഃപൂർവ്വമായി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അസമാധാനത്തിൻ്റെ ഘടനകളാണ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാവുന്ന സാഹചര്യങ്ങളായിരുന്നു. അതുമാത്രമല്ല, എന്തിനും ഏതിനും രാഷ്ട്രീയം കാണുന്ന ഒരു കാര്യം. ഇപ്പം ഭരണകർത്താക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ ഈ സമുദായങ്ങളുമായി സംവദിക്കണ്ടേ? നമ്മുടെ രാജ്യം ബഹുല സമൂഹമാണ്, നാനാജാതി മതസ്ഥരുള്ള ഒരു രാജ്യമാണ്. എല്ലാ മതവിഭാഗങ്ങളുമായും സമരസപ്പെട്ട് പോകണം എന്നത് രാഷ്ട്രീയ മേൽധ്യക്ഷന്മാരുടെ ആവശ്യമാണ്. അതിന് കേവലം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന നിലയിലേക്ക് മാത്രം കാണുന്നത് എങ്ങനെയാണ്? ഇവിടെ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ സഭകളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്നത് തീർച്ചയായും സത്യമാണ്. എത്ര വോട്ടാണ് കത്തോലിക്ക സഭ സുരേഷ് ഗോപിക്ക് നൽകിയത് എന്നത് മറ്റൊരു കാര്യം. അത് സഭാവിശ്വാസികൾ, സഭാ നേതൃത്വം പറയുന്നതനുസരിച്ചൊന്നും ആയിരിക്കില്ല വോട്ട് ചെയ്യുന്നത്. അവരുടെ മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യും. അവർക്കെല്ലാം സ്വതന്ത്രമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാനുള്ള അവകാശമുണ്ട്. സഭ ഒരിക്കലും ഒരു നിലപാട് വിശ്വാസികളെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. കാരണം അതല്ല ദൈവവിശ്വാസത്തിൻ്റെ രാഷ്ട്രീയം എന്നതൊന്നില്ല. രാജ്യത്തിൻ്റെ കാര്യം വേറെ വിടുക, ദൈവത്തിൻ്റെ കാര്യം വേറെയും രാജ്യത്തിൻ്റെ കാര്യം വേറെയും എന്ന് ക്രിസ്തുദേവൻ പറഞ്ഞതുകൊണ്ട് തീർച്ചയായും ആ ഒരു ഉദാത്തമായ മാതൃക നമ്മുടെ ക്രൈസ്തവ വിഭാഗങ്ങളും സ്വീകരിക്കുകയാണ്. പക്ഷേ ഇവിടെ രാഷ്ട്രീയം കാണുന്നു. കേരളത്തിലെ ജനസംഖ്യയുടെ, കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ 61 ലക്ഷം ക്രൈസ്തവരാണുള്ളത്. 61 ലക്ഷം ക്രൈസ്തവരുടെ ഏതാണ്ട് പകുതിയോളം കത്തോലിക്ക സഭയാണ്. 3 റീത്തുകളിലായി ഉൾപ്പെട്ടിരിക്കുന്ന കത്തോലിക്ക സഭയുടെ ആളുകൾ 30 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ വരും. ആ ഒരു വിഭാഗം ഒരൊറ്റ വോട്ട് ബാങ്കായി കണ്ടുകൊണ്ട് മൊത്തത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് ചേക്കേറും എന്ന ഭയപ്പാടാണ് പലപ്പോഴും ചില പ്രസ്താവനകളിലേക്ക് ആളുകളെ നയിക്കുന്നത്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. ഈ ചരിത്രം ഒരു വലിയ വഴികാട്ടിയാണല്ലോ. ഒരു രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം ദീർഘമായ അടിസ്ഥാനത്തിൽ സഭയുടെ താല്പര്യങ്ങൾ, സഭാമക്കളോടുള്ള നിലപാടുകൾ ഇതെല്ലാം പ്രകടിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഔചിത്യബോധത്തോടുകൂടി രാഷ്ട്രീയ നിഗമനങ്ങളിലെത്താനും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാനും വോട്ടവകാശം വിനിയോഗിക്കാനുമുള്ള പക്വതയും പാകതയും ഒരുപക്ഷെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് വളരെ എഡ്യൂക്കേറ്റഡാണ്. ക്രൈസ്തവ സമൂഹം പൊതുവെ എഡ്യൂക്കേറ്റഡ് വിഭാഗങ്ങളാണ്. അവർക്ക് സാധിക്കും എന്നതുകൊണ്ട് അതിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇനി അങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് വിതിൻ കോട്ട്സ് മുതലെടുപ്പ് എന്നത് തന്നെ ആലോചിച്ചാൽ പോലും എല്ലാ കക്ഷികളും ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളെ ചെയ്യുന്ന പതിവുണ്ടല്ലോ. BJP മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയും ചെയ്യും. അരമനകളിൽ പോകുന്നത് കോൺഗ്രസ് നേതാക്കളും പോകും, ചില ഇടതുപക്ഷ നേതാക്കളും പോകും, എല്ലാവരും പോകും. പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകിച്ചും ഭരണപക്ഷത്തുള്ള ആളുകൾ പോകും. അത് സ്വാഭാവികമാണ്. എന്തിനാണ് അതിനകത്ത്
വർഗീയത കാണുന്നത്?